വലിയ ലോകവും ചെറിയ മനുഷ്യരും എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടിമിന്നൽ ഒരു സ്ഥലത്ത് 2 തവണ ഉണ്ടാകില്ലെന്നൊരു ചൊല്ലുണ്ട്. ഇനി അത് നിങ്ങൾ മറന്നു. വെനിസ്വലയിലെ ഒരു തടാകത്തിൽ രാത്രിയിൽ ഓരോ മണിക്കൂറിലും 1000-ലധികം മിന്നൽ ആക്രമണം നടക്കുന്നു. കാറ്ററ്റമ്പോ മിന്നൽ എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. വെനിസ്വലയിലെ കാറ്ററ്റമ്പോ നദി മറാക്കൈബോ തടാകത്തിൽ കൂടിച്ചേരുന്നിടത്താണ് ഇത് കാണപ്പെടുന്നത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന മിന്നലിന്റെ വെളിച്ചത്തിൽ ആകാശം രാത്രിയിൽ പതിവായി 10 മണിക്കൂർ പ്രകാശിക്കുന്നു. ഇനി നമുക്ക് ആ മിന്നലിന്റെ ദൃശ്യം കണ്ടു നോക്കാം. ഈ മിന്നലിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂപ്രദേശത്തെ സവിശേഷതകളാണ്. ഈ തടാകത്തിന് ചുറ്റുമുള്ള ആൻഡീസ് പർവ്വത നിരകളുടെ ചരിവുകളും വളഞ്ഞ തീരപ്രദേശങ്ങളും മിന്നലിന് കാരണമാവുന്നത് ഒന്നാണ്. തടാകത്തിൽ നിന്നുയരുന്ന ചൂടുവായു മുകളിലേക്ക് ഉയരുകയും ആകാശത്തിൽ തണുത്ത് ഐസ് പരലുകളായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഇവിടേക്ക് ആൻഡീസ് പർവ്വത നിരകളിൽ നിന്ന് തണുത്ത വായു വീശുന്നതാണ് പ്രധാന കാരണം. ഒരു വർഷത്തിൽ ശരാശരി 260 രാത്രികളിൽ ഈ പ്രതിഭാസം ഉണ്ടാകുന്നു. ഈ മിന്നലുകൾ 400 കിലോമീറ്റർ അകലെ നിന്നുവരെയും കാണാൻ സാധിക്കും. മുൻകാലങ്ങളിൽ കൊളോണിയം പട്ടാളക്കാർ അവരുടെ നാവിഗേഷനായി ഈ പ്രകാശത്തിൻ്റെ തിളക്കത്തെ ഉപയോഗിച്ചിരുന്നു. മിന്നലിന് കാരണമായി മറ്റു പല സിദ്ധാന്തങ്ങളും പ്രചാരത്തിലുണ്ട്. തടാകത്തിന് താഴെയുള്ള എണ്ണപ്പാടങ്ങളിൽ നിന്നുള്ള മീഥെയ്ൻ ജലത്തിൻ്റെ ഉപരിതലത്തിൽ ചാലകത വർദ്ധിപ്പിക്കുന്നതാണ് ഒരു സിദ്ധാന്തം. മറ്റൊന്ന്, ഇവിടെയുള്ള യുറേനിയം നിക്ഷേപം മിന്നൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു എന്നതാണ്. ഇവയൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. കാറ്റാറ്റമ്പോ മിന്നൽ 2014 ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചു. ഇതിനെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ പ്രകൃതി പ്രതിഭാസമായി ഇത് മാറും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക.